സംവിധായകൻ വിനയനെതിരെയുള്ള വിലക്ക് നീക്കാൻ കഴിഞ്ഞ ദിവസത്തെ യോഗത്തിൽ താരസംഘടന അമ്മ തീരുമാനിച്ചിരുന്നു. ഇപ്പോൾ അമ്മ യോഗത്തിൽ തന്നോട് സ്നേഹം കാണിച്ച ജനറൽ സെക്രട്ടറി മമ്മൂട്ടിയോടും വൈസ് പ്രസിഡന്റ് ഗണേഷിനോടും നന്ദി അറിയിച്ചിരിക്കുകയാണ് വിനയൻ. ഒപ്പം ഒരു മുന്നറിയിപ്പും വിനയൻ നൽകുന്നു. വിലക്ക് നീക്കി തൻ്റെ വായടപ്പിക്കാമെന്ന് ആരും കരുതേണ്ട എന്ന് വിനയൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലേക്ക്. കഴിഞ്ഞ 9 വർഷത്തെ വിശ്രമമില്ലാത്ത പോരാട്ടത്തിൻ്റെയും നിശ്ചയദാർഢ്യത്തിൻ്റെയും വിജയമാണ് ഇന്ത്യൻ കോമ്പറ്റീഷൻ കമ്മീഷനിൽ നിന്നും ഇപ്പോൾ മലയാള സിനിമാ രംഗത്തു നിന്നും എനിക്ക് ലഭിച്ചത്. അല്ലാതെ ഒരു വിലക്ക് നീക്കിക്കൊണ്ട് എൻ്റെ വായടപ്പിക്കാനോ നിലപാടുകളിൽ നിന്ന് വ്യതിചലിക്കാനോ ആർക്കെങ്കിലും കഴിയും എന്ന് എൻ്റെ ഏതെങ്കിലും സുഹൃത്തുക്കൾ കരുതിയിട്ടുണ്ടെങ്കിൽ അവർക്ക് വിനയനെ ഇനിയും മനസ്സിലായിട്ടില്ല എന്ന് ഖേദപൂർവ്വം പറയട്ടെ. അനീതിക്കും അക്രമത്തിനും മനുഷ്യത്വമില്ലായ്മയ്ക്കുമെതിരെ ഞാൻ എങ്ങനെയാണ് പ്രതികരിച്ചിരുന്നതെന്ന് ഈ ഫേസ്ബുക്ക് പേജിലെ മുൻകാല താളുകൾ മറിച്ചു നോക്കുന്നവർക്ക് കൃത്യമായി മനസ്സിലാകും. ഈ ജന്മം തീരുന്നവരെ, മരിച്ച് മണ്ണടിയുന്നവരെ ആ നിലപാടുകളിൽ ഒന്നും ഒരു മാറ്റവും ഉണ്ടാകില്ല. എന്ത് പ്രലോഭനങ്ങൾ ഉണ്ടായാലും ഏതെങ്കിലും സ്വകാര്യ നേട്ടങ്ങൾക്ക് വേണ്ടി ഞാൻ എൻ്റെ വ്യക്തിത്വം അടിയറവ് വയ്ക്കത്തുമില്ല. ഒരു സംവിധായകനും ചലച്ചിത്രകാരനും എന്ന നിലയിൽ എൻ്റെ പ്രൊഫഷണൽ ജീവിതത്തിലെ ഏറ്റവും വിലയേറിയ 9 വർഷങ്ങൾ കവർന്നെടുത്തവർ ഇനി എന്ത് തിരിച്ചു തന്നാലും അത് പരിഹാരമാകില്ല. ഇവിടുത്തെ മാധ്യമ സുഹൃത്തുക്കൾക്കും മാധ്യമ സ്ഥാപനങ്ങൾക്കും എല്ലാം അറിയാം. എന്നെ തമസ്കരിക്കാനും എൻ്റെ ചലച്ചിത്ര പ്രവർത്തനം ഇല്ലാതാക്കാനും സിനിമാ രംഗത്തെ വരേണ്യ വർഗം എത്രമാത്രം ശ്രമിച്ചിരുന്നു എന്ന്. പക്ഷേ ആ മാധ്യമങ്ങൾ പോലും അവരുടെ നിലനിൽപ്പിന് സിനിമാക്കാരുടെ സഹായം ആവശ്യമായിരുന്നതിനാൽ എന്നെ സംരക്ഷിക്കാൻ നിന്നില്ല. ആ വാർത്തകൾ വേണ്ട രീതിയിൽ കൊടുത്തില്ല എന്ന കാര്യം വേദനയോടെ ഞാൻ ഓർക്കുന്നു. ഇത് വായിക്കുന്ന മാധ്യമ സുഹൃത്തുക്കൾക്കും മാധ്യമ മേധാവികൾക്കും ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലാകുമെന്ന് കരുതുന്നു. ഒരു സിനിമാ സംഘടനയിലെയും അംഗത്വമില്ലാതെ ഒരാൾക്ക് സിനിമയെടുക്കാം, സെൻസർ ചെയ്യാം, പ്രദർശിപ്പിക്കാമെന്ന് 2009 ഞാൻ നേടിയ ഹൈക്കോടതി വിധിയും മലയാള സിനിമയിൽ ഒരു വിലക്കും ഇനി വിലപ്പോകില്ല എന്ന് തെളിയിച്ചുകൊണ്ട് ഇപ്പോൾ ഇന്ത്യൻ സിനിമ കോമ്പിനേഷനിൽ നിന്ന് നേടിയ വിധിയും അടുത്ത തലമുറയ്ക്കായി ഞാൻ സമർപ്പിക്കുന്നു. എൻ്റെ മുൻകാല നിലപാടുകളിലും അഭിപ്രായങ്ങളിലും ഉറച്ചു നിൽക്കുമ്പോൾ തന്നെ ഒന്ന് പറയട്ടെ. മുൻകാലങ്ങളിൽ എന്നോട് ചെയ്ത ചെയ്തികളുടെ പേരിൽ എനിക്കാരോടും പകയോ വൈരാഗ്യമോ ഇല്ല. ഇന്നലെ നടന്ന അമ്മയുടെ മീറ്റിങ്ങിൽ എന്നോട് സ്നേഹം കാണിച്ച ജനറൽ സെക്രട്ടറി ശ്രീ മമ്മൂട്ടിയോടും വൈസ് പ്രസിഡന്റ് ഗണേഷ് കുമാറിനോടുമുള്ള എൻ്റെ കൃതജ്ഞത ഇവിടെ രേഖപ്പെടുത്തട്ടെ. അതിനോടൊപ്പം ഒന്നുകൂടി പറയുന്നു, ഇന്നലെ നടന്ന മീറ്റിങ്ങിൽ മീഡിയയോട് കുറച്ചുകൂടി പക്വതയോടെ പെരുമാറായിരുന്നു. മാത്രമല്ല, ക്രൂരമായി ആക്രമിക്കപ്പെട്ടിട്ടും അതും മറച്ചു വയ്ക്കാതെ ധീരതയോടെ മുന്നോട്ട് വന്ന് നിയമത്തിന് മുന്നിൽ എല്ലാം തുറന്നു പറഞ്ഞ ആ പെൺകുട്ടിയോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്ന ഒരു പ്രമേയം അമ്മയുടെ ജനറൽ ബോഡിയിൽ നിന്നും കേരള ജനത പ്രതീക്ഷിച്ചിരുന്നു. കഴിഞ്ഞ 1 ദശാബ്ദമായി ക്ഷമയോടും ആവേശം നഷ്ടപ്പെടാതെയും മലയാള സിനിമയിലെ അനീതികൾക്കെതിരെ പോരാടുവാനുള്ള ശക്തി എനിക്ക് നൽകിയത് എന്നെ സ്നേഹിച്ച സുഹൃത്തുക്കളാണ്. അവർക്ക് ഞാൻ നന്ദി പറയുന്നു. ഹൃദയത്തിൻ്റെ ഭാഷയിൽ വിനയൻ പറഞ്ഞു. കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കും വാർത്തകൾക്കും ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.